Good morning. Welcome to today's section of CTTF Digital. Today we have the topic creating connection to the database. So, കഴിഞ്ഞ സെക്ഷൻ്റെ അകത്ത് നമ്മൾ എങ്ങനെയാണ് ഒരു ഡേറ്റാബേസും അതുപോലെ തന്നെ ടേബിളും ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് ഡിസ്കസ് ചെയ്തു, റൈറ്റ്? ഇനി നമുക്ക് എങ്ങനെ ആ ഒരു ഡേറ്റാബേസിൻ്റെ അകത്ത് കണക്ഷൻ കൊടുക്കാം, ഓക്കെ? ഒരു കണക്ഷൻ നമ്മൾക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം, ഓക്കെ? സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഈ ഡേറ്റാബേസ് കണക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമുക്ക് അതായത് ഇത്ര വരെ നമ്മൾ എങ്ങനെയാ വാട്ട് ഡേറ്റാബേസസ്, എന്താണ് ഒരു ഡേറ്റാബേസ് എന്നും എങ്ങനെയാണ് ഒരു ഡേറ്റ ടേബിളിനകത്ത് സ്റ്റോർ ചെയ്യേണ്ടതെന്നുള്ളതും ഡിസ്കസ് ചെയ്തു, റൈറ്റ്? പക്ഷേ ഒരു ഡേറ്റാബേസിന് ഒറ്റക്ക് എന്താ ഒരു ഡേറ്റാബേസ് alone എന്ന് പറയുന്നത് യൂസ്ലെസ് അൺലെസ് എ പ്രോഗ്രാം ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഇറ്റ്, ഓക്കെ? അതായത് ഒരു പ്രോഗ്രാമിന് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തിടത്തോളം കാലം ഒരു ഡേറ്റാബേസ് ഒറ്റക്ക് എന്ന് പറയുന്നത് യൂസ്ലെസ് ആണ്. സോ ഒരു ഡേറ്റാബേസ് കണക്ഷൻ എന്ന് പറയുന്നത് ആപ്ലിക്കേഷനും അതുപോലെ തന്നെ ഡേറ്റാബേസിന്റെയും ഇടയിലുള്ള ഒരു ബ്രിഡ്ജ് ആണ് നമുക്ക് പറയാം, ഓക്കെ? A database connection is the bridge between an application and the database. ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ലൈക്ക് PHP ഒക്കെ പോലെയുള്ള ആപ്ലിക്കേഷൻ്റെയും അതുപോലെ തന്നെ MySQL ഒക്കെ പോലെയുള്ള ഡേറ്റാബേസിൻ്റെയും ഇടയിലുള്ള ഒരു കണക്ഷൻ, അതിനെയാണ് ലൈക്ക് ഒരു ബ്രിഡ്ജിനെയാണ് നമ്മൾ ഡേറ്റാബേസ് കണക്ഷൻ എന്ന് പറയുന്നത്. ഇനി ആ ഒരു കണക്ഷൻ ഇല്ലാന്നുണ്ടെങ്കിലോ ഒരു ഡേറ്റയും നമ്മൾക്ക് ഇൻസേർട്ട് ചെയ്യാനായിട്ട് പറ്റില്ല, റിട്രീവ് ചെയ്യാനായിട്ട് പറ്റില്ല, അപ്ഡേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഈവൻ ഡിലീറ്റ് ചെയ്യാൻ പോലും സാധിക്കില്ല. So without connection, no data can be inserted, retrieved, updated or deleted. Okay. എന്താണ് ഒരു ഡേറ്റാബേസ് കണക്ഷൻ എന്ന് പറയുന്നത്? ഡേറ്റാബേസ് കണക്ഷൻ എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ് through which an application connect to a database server to perform operations on data. Okay, അതായത് ഈ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഡേറ്റയുടെ അകത്തുള്ള ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്ന ഡേറ്റാബേസ് സെർവറിനെ കണക്ട് ചെയ്യും, ഓക്കെ? ആപ്ലിക്കേഷൻ കണക്ട് ടു എ ഡേറ്റാബേസ് സെർവർ. So, a database connection is a process through which an application connect to a database server to perform operations on data. So, ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാവും, ഡേറ്റാബേസ് ഉണ്ടാവും, അതിന് രണ്ടിനെയും കൂടെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡേറ്റാബേസ് കണക്ഷനും ഉണ്ടാവും. ഇനി ഈ ഒരു ഡേറ്റാബേസ് കണക്ഷന്റെ ആവശ്യകത, അതായത് ഈ ഒരു ഡേറ്റാബേസ് കണക്ഷന്റെ പേർപ്പസ് എന്താണ്, എന്തിനു വേണ്ടിയിട്ട് ഈ ഒരു ഡേറ്റാബേസ് കണക്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്? എല്ലാ റിയൽ വേൾഡ് ആപ്ലിക്കേഷനും, അതായത് ഈ ബാങ്കിങ് സിസ്റ്റം, ഓൺലൈൻ ഷോപ്പിംഗ്, കോളേജ് പോർട്ടൽസ് ഒക്കെ എന്താ റിയൽ വേൾഡ് ആപ്ലിക്കേഷൻസ് ആണ്, റൈറ്റ്? സോ ഇതിനെല്ലാം തന്നെ സ്റ്റോറിങ്ങും അതുപോലെ തന്നെ ഡേറ്റ ആക്സസിങ്ങും ആവശ്യമാണ്. സോ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ മസ്റ്റ് ആയിട്ടും ഡേറ്റാബേസും ആയിട്ട് കണക്ട് ചെയ്യണം, ഓക്കെ? സോ ടു സ്റ്റോർ യൂസർ ഡേറ്റ പെർമനന്റ്ലി, എന്തൊക്കെയാണ് യൂസേഴ്സിന്റെ ഡേറ്റാസിനെ പെർമനന്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഓക്കെ? ടു സ്റ്റോർ യൂസർ ഡേറ്റാസ് പെർമനന്റ്ലി, സേവ് യൂസർ ഇൻഫർമേഷൻസ്, ഓക്കെ? യൂസറിന്റെ ഇൻഫർമേഷൻസ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് സേവ് യൂസർ ഇൻഫർമേഷൻസ് ലൈക്ക് നെയിം, ഇമെയിൽ, പാസ്വേഡ് ഒക്കെ പോലെ. സോ ഇറ്റ് ഈസ് നോട്ട് ലോസ്റ്റ് വെൻ ദ വെബ്സൈറ്റ് ഈസ് ക്ലോസ്ഡ്. സോ നമ്മൾ ഇങ്ങനെ പെർമനന്റ് ആയിട്ട് ഡേറ്റാസ് സ്റ്റോർ ചെയ്യും, അതായത് യൂസറിന്റെ ഇൻഫർമേഷൻസ്, അതായത് നെയിംസ് ആവാം, ഇമെയിൽസ് ആവാം, പാസ്വേഡ്സ് ആവാം, ഇതൊക്കെ തന്നെ സേവ് ചെയ്യും. അങ്ങനെ സേവ് ചെയ്ത് വെക്കുന്നത് വഴി നമ്മൾക്ക് അവിടെ ഡേറ്റാസ് ഒന്നും തന്നെ, അതായത് ആ ഒരു വെബ്സൈറ്റ് അവിടെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ഈ സേവ് ചെയ്തേക്കുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ നഷ്ടാവുന്നില്ല. നെക്സ്റ്റ്, ഡേറ്റാസ് നമ്മൾക്ക് ആവശ്യം വരുന്ന സമയത്ത് റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമുക്ക് ഡേറ്റാബേസിൻ്റെ അകത്ത് നിന്ന് സ്റ്റോർഡ് ഡേറ്റാസ് കിട്ടുന്നുണ്ട്, അതായത് നമ്മൾക്ക് എപ്പോഴൊക്കെയാണോ അത് ആവശ്യമായിട്ട് വരുന്നത് അപ്പോഴൊക്കെ ഡേറ്റാബേസിൻ്റെ അകത്തുനിന്ന് ഡേറ്റാസിനെ നമ്മൾക്ക് കിട്ടും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ യൂസറിന്റെ ഡീറ്റെയിൽസ് ഷോ ചെയ്യുന്നത്, ദാറ്റ് ഈസ് എൻ എക്സാമ്പിൾ, ഓക്കെ? ഇനി ഓൾറെഡി എക്സിസ്റ്റ് ചെയ്തേക്കുന്ന റെക്കോർഡ്സിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, ഓക്കെ? ടു മോഡിഫൈ എക്സിസ്റ്റിംഗ് റെക്കോർഡ്സ്,
അതായത് ഈ സേവ് ചെയ്തേക്കുന്ന ഡേറ്റാസിനെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സച്ച് ആസ് ചേഞ്ചിങ് എ പാസ്വേഡ് ഓർ എഡിറ്റിംഗ് എ പ്രൊഫൈൽ. ഓക്കെ, അതായത് സേവ്ഡ് ഡേറ്റേന നമ്മൾ ഓൾറെഡി അവിടെ എക്സിസ്റ്റ് ചെയ്തേക്കുന്ന ഡേറ്റേന അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമ്മളിപ്പോൾ ഒരു പാസ്വേഡ് ചേഞ്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു പ്രൊഫൈൽ എഡിറ്റ് ചെയ്യുന്നത്, ഒരു ഫോൺ നമ്പർ ഒക്കെ നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്, അതൊക്കെ എന്താണ്, എക്സിസ്റ്റിംഗ് റെക്കോർഡ് മോഡിഫൈ ചെയ്യുന്നതാണ്. അൺവാണ്ടഡ് ആയിട്ടുള്ള ഡേറ്റാസ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ടു ഡിലീറ്റ് അൺവാണ്ടഡ് ഡേറ്റാസ്, റിമൂവ് ഡേറ്റ ദാറ്റ് ഇസ് നോ ലോങ്ങർ നീഡഡ്. അതായത് നമ്മൾക്ക് ഇനി അത് ആവശ്യമില്ല, ആ ഒരു ഡേറ്റ നമ്മൾക്ക് ആവശ്യമില്ലാത്ത പക്ഷം നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ഡേറ്റനെ റിമൂവ് ചെയ്യണം. ലൈക്ക് നമ്മളിപ്പോൾ ഒരു പഴയ അക്കൗണ്ട് അല്ലെങ്കിൽ പഴയൊരു റെക്കോർഡ് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ആവശ്യമില്ലാത്ത പക്ഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ടു ബിൽഡ് ഡൈനാമിക് ആൻഡ് ഇന്ററാക്റ്റീവ് വെബ്സൈറ്റ്, ഡൈനാമിക് ആൻഡ് ഇന്ററാക്റ്റീവ് വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ വെബ്സൈറ്റ് സ്മാർട്ടും അതുപോലെ തന്നെ റെസ്പോൺസീവും ആക്കി മാറ്റുന്നുണ്ട്. വേർ കോണ്ടന്റ് ചേഞ്ചസ് ബേസ്ഡ് ഓൺ യുവർ ആക്ഷൻസ്. ഓക്കെ, ഇവിടെയുള്ള കോണ്ടന്റ് ചേഞ്ചസ് എന്ന് പറയുന്നത് നമ്മുടെ യൂസറിന്റെ ആക്ഷൻസ് ബേസ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. സോ മേക്ക് വെബ്സൈറ്റ് സ്മാർട്ട് ആൻഡ് റെസ്പോൺസീവ് വേർ കോണ്ടന്റ് ചേഞ്ചസ് ബേസ്ഡ് ഓൺ യൂസർ ആക്ഷൻസ്. റിക്വയർമെന്റ്സ് ഫോർ ഡേറ്റാബേസ് കണക്ഷൻസ്. ഓക്കെ, റിക്വയർമെന്റ്സ് ഫോർ ഡേറ്റാബേസ് കണക്ഷൻ. ഈ ഒരു ഡേറ്റാബേസ് കണക്ഷന്റെ റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ്, ഒരു ഡേറ്റാബേസ് കണക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ടു ക്രിയേറ്റ് എ ഡേറ്റാബേസ് കണക്ഷൻ, അതായത് നമ്മൾക്കിപ്പോൾ ഒരു ഡേറ്റാബേസ് കണക്ഷൻ ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് സർട്ടൻ ബേസിക് ഇൻഫർമേഷൻസ് ആവശ്യമായിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ്, അതായത് നമ്മൾക്കൊരു ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡേറ്റാബേസ് കണക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസിനെയാണ് നമ്മൾ കണക്ഷൻ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ടു ക്രിയേറ്റ് എ ഡേറ്റാബേസ് കണക്ഷൻ വി നീഡ് സർട്ടൻ ബേസിക് ഇൻഫർമേഷൻസ് ആൻഡ് ദീസ് ആർ കോൾഡ് കണക്ഷൻ പാരാമീറ്റേഴ്സ്. എന്തൊക്കെയായിരിക്കും കണക്ഷൻ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്? Server name, that is the host, right? Server name, database name, user name, password. These all are the parameters, okay, which we need എന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഫോർ ഡേറ്റാബേസ് കണക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ സെർവർ നെയിം, ഡേറ്റാബേസ് നെയിം, യൂസർ നെയിം ആൻഡ് പാസ്വേഡ്. ഓക്കെ, എന്താ ഈ സെർവർ നെയിം എന്ന് പറയുന്നത്? എവിടെയാണ് ഡേറ്റാബേസ് റൺ ചെയ്യുന്നത്, ആ ഒരു ലൊക്കേഷൻ, യൂഷ്വലി അത് ലോക്കൽ ഹോസ്റ്റിലായിരിക്കും. സോ ലൊക്കേഷൻ വേർ ഡേറ്റാബേസ് ഇസ് റണ്ണിങ്, അതായത് ഡേറ്റാബേസ് റൺ ചെയ്യുന്നത് എവിടെയാണോ ആ ഒരു ലൊക്കേഷനെയാണ് നമ്മൾ സെർവർ നെയിം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഡേറ്റാബേസ് നെയിം. ഓക്കെ, ഡേറ്റാബേസ് നെയിം, നെയിം ഓഫ് ദ ഡേറ്റാബേസ് ടു കണക്ട്. ഓക്കെ, അതായത് ഡേറ്റാബേസിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു നെയിം, അതിനെയാണ് ഡേറ്റാബേസ് നെയിം എന്ന് പറയുന്നത്. നെയിം ഓഫ് ദ ഡേറ്റാബേസ് ടു കണക്ട്. ഓക്കെ, അതായത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു, അതായത് ഒരു ഡേറ്റാബേസ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നെയിം വേണമല്ലോ, അത്. യൂസർ നെയിം, ഓതറൈസ്ഡ് യൂസർ ഓഫ് ഡേറ്റാബേസ്, ഡേറ്റാബേസിന്റെ ഓതറൈസ്ഡ് യൂസറിനെയാണ് നമ്മൾ യൂസർ നെയിം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് പാസ്വേഡ്, സെക്യൂരിറ്റി കീ ഫോർ ഡേറ്റാബേസ് ആക്സസ്. ഓക്കെ, അതായത് ഡേറ്റാബേസ് ആക്സസിന് വേണ്ടിയിട്ടുള്ള സെക്യൂരിറ്റി കീ ആണ് പാസ്വേഡ് എന്ന് പറയുന്നത്. സോ സെക്യൂരിറ്റി കീ ഫോർ ഡേറ്റാബേസ് ആക്സസ്. സോ സെർവർ നെയിം പറഞ്ഞു, ഡേറ്റാബേസ് നെയിം പറഞ്ഞു, യൂസർ നെയിം പറഞ്ഞു, പാസ്വേഡ് പറഞ്ഞു. നെക്സ്റ്റ് ഇസ് ഹോസ്റ്റ്. ഹോസ്റ്റ് എന്ന് പറയുന്നത് എന്താ? ദാറ്റ് ഇസ് എ ലോക്കൽ ഹോസ്റ്റ്. ഡേറ്റാബേസ് എന്ന് പറയുന്നത് സ്റ്റുഡന്റ് DB, ദാറ്റ് ഇസ് എ ഡേറ്റാബേസ്. യൂസർ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഒരു റൂട്ട് കൊടുക്കാം. പാസ്വേഡ് എന്ന് പറയുന്നത് വാട്ട് എവർ നമ്മൾ ഈ ഒരു യൂസർ നെയിമുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് ഇസ് ഡേറ്റാബേസ് കണക്ഷൻ ഫ്ലോ. ഓക്കെ, ഡേറ്റാബേസ് കണക്ഷൻ ഫ്ലോ. PHP പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ദ PHP ഫയൽ ബിഗിൻ ടു റൺ ഓൺ ദ സെർവർ. സോ PHP പ്രോഗ്രാം സ്റ്റാർട്ട്സ് ഫസ്റ്റ്, അതായത് ഈ ഒരു ഡേറ്റാബേസ് കണക്ഷന്റെ ഫ്ലോ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. PHP പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. സോ ഈ ഒരു എന്താ അവിടെ നടക്കുന്നത്? PHP ഫയല് സെർവറിൽ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ബിഗിൻ ചെയ്യും അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യും. ദെൻ
കണക്ഷൻ ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, കണക്ഷൻ ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ ഈ ഒരു PHP എന്ന് പറയുന്നത് ഡേറ്റാബേസ് ഇൻഫർമേഷൻസ് നമുക്ക് തരും. ലൈക്ക് സെർവർ നെയിം, യൂസർ നെയിം, പാസ്വേഡ്, ഡേറ്റാബേസ് നെയിം ഒക്കെ പോലെയുള്ള ഇൻഫർമേഷൻസ്, ഡേറ്റാബേസ് ഇൻഫർമേഷൻസ് PHP നമ്മൾക്ക് തരും. സോ PHP എന്ന് പറയുന്നത് is given ഡേറ്റാബേസ് ഇൻഫർമേഷൻസ്. എന്തൊക്കെയാണ് ഈ ഒരു ഡേറ്റാബേസ് ഇൻഫർമേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സെർവർ നെയിം ആവാം, യൂസർ നെയിം ആവാം, പാസ്വേഡ് ആവാം, ഡേറ്റാബേസ് നെയിം ആവാം. ഓക്കെ, PHP sends request to MySQL server. PHP എന്ത് ചെയ്യും? റിക്വസ്റ്റ് MySQL സെർവറിലോട്ടേക്ക് റിക്വസ്റ്റ് സെൻഡ് ചെയ്യും. അപ്പൊ ഈ ഒരു PHP MySQLന്റെ അടുത്ത് ആസ്ക് ചെയ്യും, പ്ലീസ് കണക്ട് മീ ടു ദ ഡേറ്റാബേസ്. അതായത് എന്നെ ഡേറ്റാബേസുമായിട്ട് കണക്ട് ചെയ്യുന്നുള്ള ഒരു റിക്വസ്റ്റ് PHP MySQLന്റെ അടുത്ത് ആസ്ക് ചെയ്യും. അതാണ് PHP സെൻഡ് റിക്വസ്റ്റ് ടു MySQL സെർവർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, then റിക്വസ്റ്റ് ചെയ്തു, then MySQL ഈ യൂസർ നെയിമും അതുപോലെ തന്നെ പാസ്വേഡും വെരിഫൈ ചെയ്യും. അതായത് ഈ ഒരു MySQL ചെക്ക് ചെയ്യും വെദർ ദ ലോഗിൻ ഡീറ്റെയിൽസ് ആർ കറക്റ്റ്. ഓക്കെ, അതായത് ഈ ഒരു ലോഗിൻ ഡീറ്റെയിൽസ് കറക്റ്റ് ആണോ എന്നുള്ളത് MySQL ചെക്ക് ചെയ്യും. കണക്ഷൻ ഇസ് എസ്റ്റാബ്ലിഷ്ഡ് ഓർ റിജക്റ്റഡ്. കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യോ അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യോ ചെയ്യും. സോ കണക്ഷൻ ഇസ് എസ്റ്റാബ്ലിഷ്ഡ് ഓർ റിജക്റ്റഡ്. ഇഫ് ഡീറ്റെയിൽസ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ കണക്ഷൻ സക്സസ്ഫുൾ ആകും. ഓക്കെ, ഇനി ഡീറ്റെയിൽസ് റോങ് ആണെന്നുണ്ടെങ്കിലോ കണക്ഷൻസ് ഫെയിൽ ആകും. സോ ഫസ്റ്റ് എന്താ ചെയ്യുന്നത് നമ്മള്? സോ ഇതാണ് ഇതിന്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു കണക്ഷൻ ഫ്ലോ എന്ന് പറയുന്നത്. Now let's discuss the types of database connection in PHP. Okay, ഈ ഒരു PHPന്റെ അകത്തുള്ള ഡേറ്റാബേസ് കണക്ഷന്റെ ടൈപ്സിനെ നമുക്ക് നോക്കാം. PHPന്റെ അകത്ത് ഡേറ്റാബേസ് കണക്ഷൻ എന്ന് പറയുന്നത് രണ്ട് കോമൺ ആയിട്ടുള്ള വേസിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇൻ PHP ഡേറ്റാബേസ് കണക്ഷൻ ക്യാൻ ബി ക്രിയേറ്റഡ് ഇൻ ടു കോമൺലി യൂസ്ഡ് വേസ്. എന്തൊക്കെയാണ് രണ്ട് മെത്തേഡ്സ് എന്ന് പറയുന്നത്? MySQLi ആൻഡ് PDO. MySQLi അതെന്താ? MySQL ഇംപ്രൂവ്ഡ് ആണ്. PDO means PHP data object. Okay, PDO means PHP data object. So എന്താണ് ഈ ഒരു MySQLi PDO എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് CTTF ഡിജിറ്റലിന്റെ പ്രീവിയസ് സെക്ഷന്റെ അകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു സെക്ഷൻ കണ്ടതിന് ശേഷം മാത്രം ഈ സെക്ഷൻ കാണാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, സോ MySQLi എന്ന് പറയുന്നത് വർക്ക്സ് ഓൺലി വിത്ത് MySQL ഡേറ്റാബേസ്. ഓക്കെ, വർക്ക്സ് ഓൺലി വിത്ത് MySQL ഡേറ്റാബേസിനകത്ത് മാത്രമാണ് ഇത് വർക്ക് ചെയ്യുന്നത്. പക്ഷെ PDO ആണെന്നുണ്ടെങ്കിലോ ഒന്നിൽ കൂടുതൽ ഡേറ്റാബേസുമായിട്ട് ഇത് വർക്ക് ചെയ്യും. ലൈക്ക് MySQLും ഒറാക്കിളും PostgreSQL ഒക്കെ പോലെയുള്ള പലതരത്തിലുള്ള ഡേറ്റാബേസുമായിട്ട് ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. സോ MySQL ഡേറ്റാബേസുമായിട്ട് മാത്രമാണ് വർക്ക് ചെയ്യുന്നത്. PDO PHP ഡേറ്റ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താ? മൾട്ടിപ്പിൾ ഡേറ്റാബേസുമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതാണ് ഇതിന്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ക്രിയേറ്റിംഗ് ഡേറ്റാബേസ് കണക്ഷൻ യൂസിങ് MySQLi. ഇനി എങ്ങനെ ഈ ഒരു ഡേറ്റാബേസ് കണക്ഷൻ MySQLi യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഓക്കെ, നൗ ലെറ്റ്സ് സീ ഹൗ ടു ക്രിയേറ്റ് എ ഡേറ്റാബേസ് കണക്ഷൻ യൂസിങ് MySQLi. സോ ഇതെന്ന് പറയുന്നത് മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അതായത് ഒരു ബിഗിനർ ലെവൽ ആപ്ലിക്കേഷൻ്റെ അകത്ത് മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡിനെയാണ് ഈ ഒരു MySQLi യൂസ് ചെയ്തിട്ട് കണക്ട് ചെയ്യുന്നത്, ഡേറ്റാബേസ് കണക്ട് ചെയ്യുന്നത്. സോ ഇവിടെ എന്ന് പറയുന്നത് ഒരു കണക്ഷൻ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഒരു കണക്ഷൻ ഒബ്ജക്റ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യും. ദെൻ പാസ് സെർവർ, യൂസർ നെയിം, പാസ്വേഡ്, ഡേറ്റാബേസ്. ഓക്കെ, സെർവർ, യൂസർ നെയിം, പാസ്വേഡ് ഡേറ്റാബേസിനെ പാസ് ചെയ്യും. ദെൻ ആ ഒരു കണക്ഷൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്നു. ഇതാണ് ഇവിടെ ഓവറോൾ നടക്കുന്നത്. ഫസ്റ്റ് ഒരു കണക്ഷൻ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, അതിലൂടെ സെർവർ, യൂസർ നെയിം, പാസ്വേഡ്, ഡേറ്റാബേസ് പാസ് ചെയ്യുന്നു, ദെൻ കണക്ഷൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, ഇവിടെ
ഒരു കണക്ഷൻ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്യുന്നത് MySQLi ക്ലാസ് യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, ഒരു കണക്ഷൻ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് MySQLi ക്ലാസ് യൂസ് ചെയ്തിട്ടാണ്. ഇനി അവിടെ ഒരു കണക്ഷൻ ഫെയിൽ ആയി കഴിഞ്ഞിട്ടാകുമ്പം എന്ത് സംഭവിക്കുന്നുണ്ട്? എറർ മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. ഓക്കെ, അവിടെ കണക്ഷൻ ഫെയിൽ ആയി കഴിഞ്ഞാൽ എറർ മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യും. കണക്ഷൻ എന്ന് പറയുന്നത് മസ്റ്റ് ആയിട്ടും നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ചെക്ക് ചെയ്തിരിക്കണം. അവിടെ എറർ ഹാൻഡ്ലിങ് മാൻഡേറ്ററി ആണ്. ഓക്കെ, ഈ കണക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ ക്ലോസ് ചെയ്യണം. സോ കണക്ഷൻസ് കൂടെ കൂടെ ചെക്ക് ചെയ്യണം. അവിടെ എറർ കറക്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യണം. കണക്ഷൻസ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ അത് ക്ലോസ് ചെയ്യണം. സോ MySQLi യൂസ് ചെയ്തിട്ട് ഡേറ്റാബേസ് കണക്ഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി PDO വെച്ചിട്ട് എങ്ങനെ ഡേറ്റാബേസ് കണക്ഷനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. സോ ക്രിയേറ്റിംഗ് ഡേറ്റാബേസ് കണക്ഷൻ യൂസിങ് PDO. ഓക്കെ, അപ്പൊ ഈ ഒരു PDO എന്ന് പറയുന്നത് ഒരു മോഡേണും അതുപോലെ തന്നെ സെക്യൂറും ആയിട്ടുള്ള ഒരു വേ ആണ്. ഡേറ്റാബേസ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മോഡേണും അതുപോലെ തന്നെ സെക്യൂറും ആയിട്ടുള്ള ഒരു വേ ആണ് എന്ത്? PDO എന്ന് പറയുന്നത്. ഓക്കെ, ഇത് സപ്പോർട്ട്സ് പ്രിപ്പയർഡ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് ഇംപ്രൂവ് സെക്യൂരിറ്റി. പ്രിപ്പയർഡ് സ്റ്റേറ്റ്മെന്റ്സിന് ഇത് സപ്പോർട്ട് ചെയ്തിട്ട് സെക്യൂരിറ്റി ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇറ്റ് സപ്പോർട്ട്സ് പ്രിപ്പയർഡ് സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് ഇംപ്രൂവ്സ് സെക്യൂരിറ്റി. എന്തൊക്കെയാണ് ഇതിന്റെ കീ ഫീച്ചേഴ്സ്? അതായത് ഈ ഒരു PDOന്റെ കീ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? മൾട്ടിപ്പിൾ ഡേറ്റാബേസസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, മൾട്ടിപ്പിൾ ഡേറ്റാബേസസ്, ഒന്നിൽ കൂടുതൽ ഡേറ്റാബേസസിന് ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. SQL ഇൻജെക്ഷൻസ് പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പ്രിവെന്റ്സ് SQL ഇൻജെക്ഷൻസ്. എക്സെപ്ഷൻ ഹാൻഡ്ലിങ് യൂസ് ചെയ്യുന്നുണ്ട്. യൂസസ് എക്സെപ്ഷൻ ഹാൻഡ്ലിങ്. ക്ലീനറും അതുപോലെ തന്നെ റീയൂസബിളും ആയിട്ടുള്ള കോഡാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലീനർ ആൻഡ് റീയൂസബിൾ കോഡ്സ്. സോ ദീസ് ഓൾ ആർ ദ കീ ഫീച്ചേഴ്സ് ഓഫ് PDO നമുക്ക് പറയാം. സോ ഇവിടെ എന്താ ചെയ്യുന്നത്? ഒരു PDO ഒബ്ജക്റ്റിനെ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, കോൺസെപ്ച്വൽ ഫ്ലോ ആണ് പറയുന്നത്. PDO ഒബ്ജക്റ്റ് ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യും. ദെൻ ഡേറ്റാബേസ് ഡീറ്റെയിൽസ് അവിടെ പ്രൊവൈഡ് ചെയ്യും. PDO ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, ഡേറ്റാബേസ് ഡീറ്റെയിൽസിനെ പ്രൊവൈഡ് ചെയ്തു. ഹാൻഡിൽ എക്സെപ്ഷൻസ്, അവിടെ എക്സെപ്ഷൻസ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നു. ദെൻ അതിനെ കറക്റ്റ് ആയിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യുന്നു. ദെൻ അവിടെ ഒരു കണക്ഷൻ എന്ത് ചെയ്തു? എസ്റ്റാബ്ലിഷ് ചെയ്തു. സോ PDO ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, ഡേറ്റാബേസ് ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്തു, എക്സെപ്ഷൻസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ കറക്റ്റ്ലി ഹാൻഡിൽ ചെയ്തു, കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തു. സോ ദ PDO എന്ന് പറയുന്നത് ഒരു സെക്യൂറും ആണ് അതുപോലെ തന്നെ ഫ്ലെക്സിബിളും ആണ്. നെക്സ്റ്റ്, എറർ ഹാൻഡ്ലിംഗ് ഇൻ ഡേറ്റാബേസ് കണക്ഷൻ. ഈ ഒരു ഡേറ്റാബേസ് കണക്ഷൻ്റെ അകത്ത് എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് എറർ ഹാൻഡിൽ ചെയ്യുന്നത് നോക്കാം. ഡേറ്റാബേസ് കണക്ഷൻസ് എന്തെങ്കിലും പല റീസൺസും ഉണ്ട്, പല കാരണങ്ങൾ കൊണ്ട് ഡേറ്റാബേസ് കണക്ഷൻ ഫെയിൽ ആവാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ എറർ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് മാൻഡേറ്ററി. ഓക്കെ, സോ ഡേറ്റാബേസ് കണക്ഷൻസ് ഫെയിൽ ആവാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള കാരണങ്ങൾ ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ എറർ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോമൺ എറേഴ്സ് എന്തൊക്കെയാണ്? റോങ് ആയിട്ടുള്ള യൂസർ നെയിം അല്ലെങ്കിൽ പാസ്വേഡ് കൊണ്ട് ഇവിടെ എറേഴ്സ് വരാം. ഓക്കെ, അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും, അതായത് നമ്മൾ യൂസർ നെയിമും പാസ്വേഡും പ്രോപ്പർ ആയിട്ട് അത് മാച്ച് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ എറർ വരാം. അതുപോലെ തന്നെ അവിടെ ഡേറ്റാബേസ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, ഓക്കെ, എന്തെങ്കിലും എറർ കാരണം അവിടെ ഒരു ഡേറ്റാബേസ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ സെർവർ റൺ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂസ് ആണെന്നുണ്ടെങ്കിൽ പോലും എന്ത് വരും? എറർ വരും. ഇതൊക്കെയാണ് കോമൺ ആയിട്ട് വരുന്ന എറേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വൈ എറർ ഹാൻഡ്ലിംഗ്? എന്തുകൊണ്ടാണ് ഈ എറർ ഹാൻഡ്ലിംഗ്? ഈ പ്രോബ്ലംസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഈ ആപ്ലിക്കേഷൻ്റെ അകത്ത് വരുന്ന ക്രാഷസ് ഒക്കെ ഒരു പരിധി വരെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആപ്ലിക്കേഷൻസിനെ പ്രൊഫഷണൽ ആക്കി മാറ്റാൻ വേണ്ടിയിട്ട്. സോ ഒരു എറർ ഹാൻഡ്ലിംഗ് പ്രോപ്പർ ആയിട്ട് നടന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ സ്റ്റേബിൾ ആയിരിക്കും. ഓക്കെ, ഇനി ഒരു ഡേറ്റാബേസ് കണക്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമാണ്
ഒരു ഡേറ്റാബേസ് കണക്ഷൻ എങ്ങനെ ക്ലോസ് ചെയ്യാം? ഓക്കെ, ക്ലോസിംഗ് ദ ഡേറ്റാബേസ് കണക്ഷൻ. വൺസ് ഈ ഒരു ഡേറ്റാബേസ് ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാല് കണക്ഷൻ മസ്റ്റ് ആയിട്ടും ക്ലോസ് ചെയ്യണം. ഓക്കെ, അതായത് വൺസ് ഒരു ഡേറ്റാബേസ് ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്തു, ദെൻ ആ ഒരു കണക്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു കണക്ഷൻ എന്ത് ചെയ്യണം? മസ്റ്റ് ബി ക്ലോസ്ഡ്. എന്തുകൊണ്ടാണ് കണക്ഷൻ ക്ലോസ് ചെയ്യേണ്ടതായിട്ട് ആവശ്യം വരുന്നത്? സെർവർ മെമ്മറി ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സെർവർ മെമ്മറി ഫ്രീ ആക്കി കഴിഞ്ഞാൽ നമുക്കത് വേറെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾക്ക് പെർഫോമൻസ് കുറച്ചുകൂടെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അൺനെസസറി ആയിട്ടുള്ള റിസോഴ്സസിന്റെ യൂസേജിന് ഒരു പരിധി വരെ അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അൺനെസസറി റിസോഴ്സസിന്റെ യൂസേജ് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓൾവേസ് ക്ലോസ് കണക്ഷൻസ്. ഓക്കെ, കണക്ഷൻസ് എപ്പോഴും ക്ലോസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സോ free server memory, improve performance, avoid unnecessary resource usage, always close connections. Next, advantages of database connection. Database connectivity ആപ്ലിക്കേഷൻസിന് പവർഫുള്ളും അതുപോലെ തന്നെ റിയൽ വേൾഡ് റെഡിയും ആക്കി മാറ്റുന്നുണ്ട്. ഓക്കെ, സോ എന്തൊക്കെയാണ് ഈ ഒരു ഡേറ്റാബേസ് കണക്ഷൻ കൊണ്ട് നമ്മൾക്ക് ഉണ്ടാവുന്ന അഡ്വാൻറ്റേജസ് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ പെർമനന്റ് ആയിട്ടുള്ള ഡേറ്റ സ്റ്റോറേജ് നടക്കുന്നുണ്ട്. ഓക്കെ, പെർമനന്റ് ഡേറ്റ സ്റ്റോറേജ്. ഡൈനാമിക് ഡേറ്റ ഹാൻഡ്ലിംഗ്. ഓക്കെ, ഡൈനാമിക് ഡേറ്റ ഹാൻഡ്ലിംഗ്. യൂസർ ഓതന്റിക്കേഷൻ സപ്പോർട്ട്. ഓക്കെ, യൂസർ ഓതന്റിക്കേഷൻ സപ്പോർട്ട്. ഡേറ്റ സെക്യൂരിറ്റി. Scalable applications. Okay, permanent data storage, dynamic data handling, user authentication support, data security, scalable applications. സോ ഇത്രയാണ് നമുക്ക് ഈ ഒരു സെക്ഷൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. CTTFന്റെ ഇന്നത്തെ ഈ ഒരു സെക്ഷൻ ഇവിടെ അവസാനിക്കുവാണ്. നമുക്ക് നെക്സ്റ്റ് സെക്ഷനിൽ കാണാം. ദാറ്റ്സ് ഓൾ. താങ്ക് യു.